ഹായ് വെൽക്കം ടു കോഡ് യുറക്ക. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ ടൈപ്പ് ആഡ്സ് ആണ് റൺ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ആഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. അത് ഗൂഗിളിൻ്റെ തന്നെ ടൂളാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആഡ്സ് ട്രാൻസ്പെറൻസി നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ഈ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. ഈ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ് നമുക്കിവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ അറിയാം. അതല്ല നിങ്ങൾ ഗൂഗിളിലാണ് നോക്കുന്നതെങ്കിൽ എക്സാമ്പിൾ Amazon.com നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യണം. അപ്പോൾ തന്നെ ഇവിടെ ഫസ്റ്റ് സ്പോൺസേഡ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈ ആമസോൺ ഏതൊക്കെ ആഡ്സ് ആണ് റൺ ചെയ്യുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് റൺ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ Amazon.com എന്ന് പറഞ്ഞത് വെബ്സൈറ്റ് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ആ സൈറ്റിൽ വന്നിട്ട് അടിച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇതിനകത്ത് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ ഡോട്ടിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ എബൌട്ട് ദിസ് അഡ്വൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അതിന്റെ താഴെ സീ മോർ ആഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് ട്രാൻസ്പെറൻസിയിൽ ഇത് കാണിക്കും. കണ്ടോ, ആ ട്രാൻസ്പെറൻസി എന്ന സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണിക്കും. ഇവിടെ നമുക്ക് ഇതുണ്ട്, ആമസോൺ ആണ്. അവർ റൺ ചെയ്യുന്ന ആഡ്സ് ആണ് ഈ കാണിക്കുന്നത്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഓൾ പ്ലാറ്റ്ഫോമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ മാപ്സിൽ ഏതൊക്കെ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ പ്ലേയിൽ ഏതൊക്കെ ആഡ്സ് ആണ് അവർ റൺ ചെയ്യുന്നത് അത് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ അവർ ഏതൊക്കെ ആഡ്സ് ആണ് റൺ ചെയ്യുന്നത് അതെല്ലാം നമുക്കിവിടെ സെപ്പറേറ്റ് കാണാനായിട്ട് സാധിക്കും. ഓൾ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെ ഒരുമിച്ച് കാണിക്കും. അത് നമുക്കിവിടെ ലൊക്കേഷൻ മാറ്റി ഏത് രാജ്യത്ത് ഓരോ രാജ്യത്തെയും അവർ കൊടുക്കുന്ന ആഡ്സ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ടൈം ഇവിടെ നമുക്ക് ലാസ്റ്റ് 7 days ഏതൊക്കെയാണ് അവർ റൺ ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഇത് ഇവിടെ നമ്മൾ ഈ 7 days സെലക്ട് ചെയ്യുക. അങ്ങനെ ടൈം ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് മാത്രമായിട്ട് നമുക്ക് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് റൺ ചെയ്യുന്ന ലാസ്റ്റ് 7 days ആയിട്ട് അവർ റൺ ചെയ്യുന്ന ആഡ്സ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഈ ടൂള് വളരെ ഉപകാരപ്രദമാണ്. ഇവർ ഏതൊക്കെ ആഡ്സ് ആണ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും നമുക്ക് അതനുസരിച്ചുള്ള ആഡ്സ് നമ്മുടെ ക്ലയന്റിന് വേണ്ടി റൺ ചെയ്യാനും സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അതല്ല ഇങ്ങനെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തെടുക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡയറക്റ്റ് എങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ട്രാൻസ്പെറൻസി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം തന്നെ ഇവിടെ ആ വെബ്സൈറ്റിലേക്ക് വരുന്നു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ വന്നിട്ട് എക്സാമ്പിൾ നമ്മൾ ഫ്ലിപ്കാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഇവിടെ ഫ്ലിപ്കാർട്ട് വരും. ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇവിടെ അവർ റൺ ചെയ്യുന്ന ആഡ്സ് എല്ലാം ഇവിടെ കാണിക്കും. കണ്ടോ, ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിയ എല്ലാ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏത് റീജിയൻ ആണ്, ഏത് എനിവെയർ ആണെങ്കിൽ അത് കൊടുക്കാം. അതല്ല ഇന്ത്യ മാത്രമാണ് അങ്ങനെ കൊടുക്കാം. അതല്ല ഓരോ റീജിയന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ലൊക്കേഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. പ്ലാറ്റ്ഫോം ആണ് ഗൂഗിൾ മാപ്പ്. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് തന്നെ ഈ ടൈം ലാസ്റ്റ് 7 days അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത്, യെസ്റ്റർഡേ ഇതൊക്കെ റൺ ചെയ്ത ആഡ്സ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ ടൂളാണ്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഗൂഗിൾ ആഡ്സിന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ അനാലിസിസിന് ബെസ്റ്റ് ടൂളാണ് ഇത്. ആഡ് ട്രാൻസ്പെറൻസി.com. താങ്ക്സ് ഫോർ